ഇപ്പോൾ സാലി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. സാലി, ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയോടുകൂടിയുള്ള ഒരു നീക്കം, അതിനാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് പച്ചക്കൊടി ലഭിച്ചിരിക്കുന്നത്. സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തനം തുടരാമെന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഈ പ്രശ്ന പരിഹാരത്തിനുള്ള സർക്കാർ നീക്കത്തിന് ഏതൊക്കെ തരത്തിലാണ് ഇത് സഹായകമാകുന്നത്? ഇതിൻ്റെ ഒരു സമഗ്ര വിലയിരുത്തലിലേക്ക് കൂടി പോയാൽ സാലി മുഹമ്മദ്. അതായത് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ സർക്കാരിൻ്റെ അപ്പീലാണ് പരിഗണിച്ചത്. ആ അപ്പീലിൽ സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവാണ് ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഒരു ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിക്കാൻ വെച്ചിരുന്നത്. ഇടക്കാല ഉത്തരവ് ചീഫ് ജസ്റ്റിസ് അല്പം മുമ്പ് പറഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തനം തുടരാം എന്നുള്ളതാണ്. സർക്കാരിൻ്റെ പ്രയറും അത് തന്നെയായിരുന്നു. ഇതിൽ അന്തിമ ഉത്തരവ് വരുന്നതുവരെ ഇതിൽ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ കമ്മീഷൻ പ്രവർത്തനം തുടരാം, പഠിക്കാം, അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാം, പക്ഷേ അതിൽ സമർപ്പിക്കുകയോ തുടർ നടപടികളിലേക്ക് കടക്കുകയോ ചെയ്യരുത്. അതിൽ ഈ ഹർജിയിൽ ഈ അപ്പീലിൽ അന്തിമവാദം കേൾക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പ്രാഥമിക വാദമായിട്ടൊരു ഇടക്കാല ഉത്തരവ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ വിശദമായ വാദം കേൾക്കാം എന്നാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നിയമപരമായി ഈ കമ്മീഷൻ നിലനിൽക്കുമോ, അതിൻ്റെ പ്രവർത്തനങ്ങൾ സാധ്യമാണോ എന്നതിലൊക്കെ വിശദമായൊരു പഠനത്തിന് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷന് സാധ്യമാണോ എന്നതൊക്കെ സിംഗിൾ ബെഞ്ച് കോടതി പരിശോധിക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഉത്തരവ് പറയും. ആ ഉത്തരവ് പറയുന്നത് വരെ ഇവർക്ക് പ്രവർത്തനം തുടരാം എന്നുള്ളതാണ് കമ്മീഷനോട് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം കമ്മീഷന് ഈ തെളിവെടുപ്പുകൾ നടത്താം, അതുമായി ബന്ധപ്പെട്ട തുടർ പഠനങ്ങൾ നടത്താം, അതിൻ്റെ നിയമപരമായ സാധുതകൾ പരിശോധിക്കാം, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് പഠിക്കാനാണ് കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. ആ കമ്മീഷന് പ്രവർത്തനം തുടരാൻ അതിനെക്കുറിച്ചുള്ള പഠനമൊക്കെ കമ്മീഷൻ നടത്താം. പക്ഷേ അതിൽ തുടർ നടപടികളൊന്നും പാടില്ല എന്നുള്ള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഉത്തരവ് വലിയ നേട്ടം തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ വെച്ച് അവസാനിക്കുമായിരുന്നു. ആ അവസാനിക്കില്ല. ഇനി ഈ കമ്മീഷൻ തീർച്ചയായും ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ള വിഷയമാണ്. ഇതിനെ പലരും പല വിധത്തിലും മുതലെടുക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ അത് അങ്ങനെ ഒന്നും സംഭവിക്കാതെ കൃത്യമായി അർഹതപ്പെട്ടവർക്ക് ഭൂമി നൽകുക എന്ന നീക്കമാണ് സർക്കാർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിരുന്നു മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുക എന്നുള്ളത്. അങ്ങനെ അത്തരത്തിലുള്ള ശീലങ്ങൾ നിയമപരമായി ചെയ്താൽ മാത്രമേ അർഹതപ്പെട്ടവർക്ക് നീതി ലഭ്യമാകൂ. ഇതായിരുന്നു സർക്കാരിൻ്റെ ശ്രമം. ഇതിനാണ് സിംഗിൾ ബെഞ്ചിൽ നിന്ന് തിരിച്ചടി ലഭിച്ചതും ഇപ്പോഴത് ഡിവിഷൻ ബെഞ്ച് അത് എടുത്തു മാറ്റി മുമ്പോട്ട് പോകാൻ സഹായകമായിരിക്കുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുമെന്നാണ് നിയമമന്ത്രി കൂടിയായ പി രാജീവ് നമ്മളോട് പറയുന്നത്. ഈ ഘട്ടത്തിൽ സലീം മുഹമ്മദ്. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രശ്നത്തിൻ്റെ ഒരു ശാശ്വതമായ പരിഹാരമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിലൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആയി വളർത്തിക്കൊണ്ടുവരാൻ ചില കേന്ദ്രങ്ങൾ ബോധപൂർവ്വം ശ്രമിക്കുന്ന ഒരു ഇഷ്യൂ ആണത്. ദേശീയ തലത്തിൽ തന്നെ ആ അർത്ഥത്തിൽ ആ കേന്ദ്രങ്ങൾ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ മൈനോറിറ്റിക്കിടയിൽ അത്തരത്തിൽ കടന്നു കയറി വർഗീയതയും വിഭാഗീയതയും സൃഷ്ടിക്കാൻ നടത്തിയ ഒരു നീക്കം ഒരു പ്രൊജക്റ്റായിരുന്നു അവരുടേത്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച് അതിലൊരു പഠനം നടത്താം എന്ന തരത്തിലേക്ക് സർക്കാർ എത്തിയത്. അങ്ങനെ നിയോഗിക്കുകയും അതിൽ പഠനം തുടരുകയും ചെയ്യുമ്പോഴാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് വഖഫ് സംരക്ഷണ സമിതി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുന്നത്. സിംഗിൾ ബെഞ്ച് വാദം കേട്ട ശേഷം സർക്കാരിൻ്റെ നടപടി റദ്ദാക്കി കമ്മീഷൻ്റെ പ്രവർത്തനം തുടരാനാവില്ല എന്ന് ആദ്യം പറയുന്നു.